ഫസ്റ്റ് ഇയറിൽ നമ്മൾ വൈറ്റ് കോട്ട് സെർമണി നടത്തുന്നത് പോലെ സെക്കൻഡ് ഇയറിൽ കണ്ടുവരുന്ന ഒരു ആചാരമാണ് സ്റ്റെതസ്കോപ്പ് സെർമണി. തലേന്ന് രാത്രി അതിൻ്റെ ചെറിയൊരു പ്രൊപ്പ് വർക്ക് ഉണ്ടായിരുന്നു. നമുക്ക് പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു വൈറ്റ് തുണിയിൽ നമ്മുടെ കയ്യൊപ്പ് പതിപ്പിക്കുക, തിരിച്ചു വരിക. പക്ഷെ അതിൻ്റെ റിസൾട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. എക്കോ ഹണ്ട് എന്നായിരുന്നു നമ്മുടെ സ്റ്റെതസ്കോപ്പ് സെർമണിൻ്റെ പേര്. ഇത് പിന്നെ ഇപ്പോഴായിട്ടുള്ള ഒരു ശീലമാണ്, എപ്പോഴും രാത്രി ചായ കുടിക്കാൻ പോകാന്നുള്ളത്. നമ്മൾ 7 മണിയാകുമ്പോഴേ രാത്രിത്തെ ഭക്ഷണം കഴിക്കും. അതുകൊണ്ട് കുറച്ച് അധികം രാത്രിയാകുന്ന സമയത്ത് നല്ല വിശപ്പായിരിക്കും. അപ്പോൾ ഒന്നുകിൽ ചായ എന്തെങ്കിലും കുടിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും കഴിക്കും. ഇന്നും എല്ലാ ദിവസത്തെയും പോലെ സാധാരണ ഉച്ചവരെ ക്ലാസ് ഉണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ശേഷവും 1:45 തൊട്ട് 2:30 വരെ ക്ലാസ് ഉണ്ടായിരുന്നു. ആൻഡ് 2:30ക്കാണ് നമ്മുടെ സ്റ്റെതസ്കോപ്പ് സെർമണി സ്റ്റാർട്ട് ചെയ്യുന്നത്. ആക്ച്വലി എല്ലാ വർഷത്തേക്കാളും കുറച്ചും കൂടി ലേറ്റായിട്ടാണ് നമ്മൾ ഈ പരിപാടി നടത്തുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കലോത്സവമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറേ സ്റ്റുഡൻസ് അവൈലബിൾ അല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ലേറ്റായിട്ടാണ് പരിപാടി നടത്തുന്നത്. പിന്നെ അവരവിടെ നിന്ന് പണിയെടുക്കുമ്പോഴും നമ്മുടെ കണ്ണ് ഇതിൻ്റെ മുകളിലായിരുന്നു. Phase 2 of MBBS journey. A stethoscope is an identity of a medical graduate. നമ്മുടെ പ്രിൻസിപ്പൽ ഇൻചാർജ് ഡോക്ടർ സനൽകുമാർ സാറാണ് പരിപാടി ഒഫീഷ്യലി ഇനാഗുറേറ്റ് ചെയ്തത്. പരിപാടിയൊക്കെ എപ്പോഴത്തെയും പോലെ നല്ല സ്മൂത്തായിട്ട് നടന്നു. അങ്ങനെ ഇന്ന് തൊട്ട് ഒഫീഷ്യലി നമ്മുടെ കരിയറിൻ്റെ വേറൊരു സ്റ്റെപ്പും കൂടി ചവിട്ടിയിരിക്കുകയാണ്. സെക്കൻഡ് ഇയർ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഇയറിനേക്കാളും കുറച്ചും കൂടി ഫ്രീ ആണ്, അതുപോലെ തന്നെ കുറച്ചും കൂടി സീരിയസും കൂടിയാണ്. ആൻഡ് ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ. ബൈ ബൈ.